നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പഹൽഗാമിൽ നടന്നത് ഭീകരതയുടെ ഏറ്റവും വിരൂപമായ മുഖമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ വെറും പേരല്ല എന്നും ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള മറുപടിയാണെന്നും വിശദീകരണം. ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്നും പാകിസ്ഥാന് മുന്നറിയിപ്പ്. സേനകൾക്ക് അഭിവാദ്യമർപ്പിച്ച് പ്രധാനമന്ത്രി. അതിർത്തിയിൽ ജാഗ്രത തുടരും. ഇന്ത്യൻ സൈന്യം പാക് വ്യോമതാവളങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പ്രതിരോധ മന്ത്രാലയം. വെടിനിർത്തൽ തുടരാൻ ഇന്ത്യ പാക് DGMO തലത്തിൽ ധാരണ. സൈനികതല ചർച്ച തുടരാനും തീരുമാനം. അതിർത്തി ശാന്തം. അടച്ചിട്ട 32 വിമാനത്താവളങ്ങളും തുറന്നു. അടിയന്തര സാഹചര്യങ്ങൾക്കായി ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ റൺവേ സജ്ജം. സംഘർഷം അയഞ്ഞതോടെ വൻ കുതിപ്പിൽ ഓഹരി വിപണി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ സൗദി സന്ദർശിക്കും. അധികാരമേറ്റ ശേഷം ട്രംപ് നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനം. ട്രംപ് ചൊവ്വാഴ്ച റിയാദിലെത്തും. ഖത്തർ UAE രാജ്യങ്ങളും സന്ദർശിക്കും. ഗസ, യുക്രൈൻ വിഷയങ്ങളടക്കം ചർച്ചയായേക്കും. കുവൈറ്റും ഇന്ത്യയും തമ്മിലെ സംയുക്ത സഹകരണ സമിതി നിലവിൽ വന്നു. കരാർ പ്രാബല്യത്തിൽ വന്നത് കുവൈറ്റ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ കുവൈറ്റിൽ താമസ തൊഴിൽ നിയമ ലംഘകർക്കെതിരെ സുരക്ഷാ പരിശോധന ശക്തമാക്കിയ ആഭ്യന്തര മന്ത്രാലയം. 14 വർഷം നീണ്ട കരിയറിന് വിരാമം. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് വിരാട് കോഹ്ലി. പ്രഖ്യാപനം സമൂഹ മാധ്യമത്തിലൂടെ. വിരമിക്കൽ ഉചിതമായ സമയത്തെന്ന് കോഹ്ലി. ഇന്ത്യ പാക് സംഘർഷത്തിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാമിൽ നടന്നത് ഭീകരതയുടെ ഏറ്റവും വിരൂപമായ മുഖമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വെറും പേരല്ല എന്നും ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള മറുപടിയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ആണവായുധ ഭീഷണി ഇന്ത്യയോട് വേണ്ട എന്നും പാകിസ്ഥാന് നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി. സേനകൾക്ക് അഭിവാദ്യം അർപ്പിച്ച പ്രധാനമന്ത്രി അതിർത്തിയിൽ ജാഗ്രത തുടരുമെന്നും പറഞ്ഞു. हमने पाकिस्तान के आतंकी और सैन्य ठिकानों पर अपनी जवाबी कार्रवाई को अभी सिर्फ स्थगित किया है. आने वाले दिनों में हम पाकिस्तान के हर कदम को इस कसौटी पर मापेंगे कि वो क्या रवैया अपनाता है. साथियों, भारत की तीनों सेनाएं, हमारी एयरफोर्स, हमारी आर्मी और हमारी नेवी, हमारी बॉर्डर सिक्योरिटी फोर्स BSF, भारत के अर्धसैनिक बल लगातार अलर्ट पर है. हम आतंक की सरपरस्त सरकार और आतंक के आकाओं को अलग अलग नहीं देखेंगे. ऑपरेशन सिंदूर के दौरान दुनिया ने पाकिस्तान का वो घिनौना सच फिर देखा है, जब मारे गए आतंकियों को विदाई देने पाकिस्तानी सेना के बड़े बड़े अफसर उमड़ पड़े. പാകിസ്ഥാന് ഇന്ത്യ നൽകിയ തിരിച്ചടിയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട സൈന്യം. തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് പ്രതിരോധ മിസൈൽ ഉപയോഗിച്ചുവെന്നും വെളിപ്പെടുത്തലുണ്ട്. പാകിസ്ഥാനിലെ കറാച്ചിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ആക്രമണം നടത്തിയെന്ന് സൈന്യം സ്ഥിരീകരിച്ചു. ഭീകരതയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ പോരാട്ടമെന്നും പാക് സൈനികർ ഭീകരർക്കൊപ്പം ചേർന്നുവെന്നും ഇന്ത്യൻ സേന വ്യക്തമാക്കി. വിരാട് കോഹ്ലി വിരമിച്ച സാഹചര്യത്തിൽ ക്രിക്കറ്റിന്റെ ഒരു കഥ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും വിശദീകരിച്ചത്. मैंने आपको कल बताया था कि पिछले कुछ सालों में आतंक की गतिविधियों का कैरेक्टर जो है उसमें कुछ बदलाव आ रहा था. अब हमारी मिलिट्री के साथ साथ मासूम सिविलियंस जो कि अपना बचाव करने में विफल थे,
उन पर भी हमले हो रहे थे। 2024 में जम्मू सेक्टर में शिवखोरी मंदिर को जाते हुए यात्री और इस साल अप्रैल में पहलगाम में मासूम पर्यटक इस खतरनाक ट्रेंड के विशेष उदाहरण हैं। पहलगाम तक पाप का ये घड़ा भर चुका था। उसके बाद जो हुआ उसके बारे में हम कल विस्तार में बातचीत कर चुके हैं। ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ് പ്രതിരോധ മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത്. പാകിസ്ഥാനിലെ കറാച്ചി, ലാഹോർ, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി. നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആകാശത്ത് മതിൽ പോലെ പ്രവർത്തിച്ചുവെന്നും അതിനെ തകർക്കാൻ പാക് ആക്രമണങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നും സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. I would like to place on record the performance and efficacy demonstrated by even the older battle-proven AD systems like the Pechora, the Osa AK and the LLAD guns in countering the Pakistani threat vectors in the current operations. They were all modern generations, but these battle-proven systems stood the test of time and took them on head-on. Another highlight has been the stellar performance of the indigenous air defense weapon system like the Akash system. ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചുവെന്നും ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു. ഇന്ത്യയെ ആക്രമിക്കാൻ ചൈനീസ് നിർമ്മിത PL-15 മിസൈൽ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കൈവശമുണ്ട്. എന്നാൽ PL-15 മിസൈലിന് ലക്ഷ്യം കാണാനായില്ല. തുർക്കി നിർമ്മിത ഈഹ സിസ്റ്റം എന്ന ആളില്ലാ ചെറുവിമാനങ്ങൾ ഇന്ത്യ ആക്രമിച്ചു തകർത്തു. Effectively using multiple sensors and inputs, we are maintaining continuous surveillance to degrade or neutralize threats as they emerge or manifest to ensure targeting at extended ranges. കൊല്ലപ്പെട്ടുവെന്ന് ഇന്ത്യ പറഞ്ഞ ഭീകരരിൽ ചിലർ ജീവനോടെയുണ്ടെന്ന് പാക് പ്രചാരണം നടത്തുന്നുവെന്ന ചോദ്യത്തിന് അവർ അവരുടെ ജനതയെ ആശയക്കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നതാകാമെന്നും നമ്മുടെ പോരാട്ടം പാക് സൈന്യത്തോടോ ജനങ്ങളോടോ അല്ല, ആക്രമിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികളോടാണെന്നും മറ്റു പ്രചരണങ്ങളിൽ ഇന്ത്യൻ സൈന്യമല്ല അവരാണ് മറുപടി പറയേണ്ടതെന്നും സൈന്യം വ്യക്തമാക്കി. എയർ മാർഷൽ AK ഭാരതി, ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്, വൈസ് അഡ്മിറൽ AN പ്രമോദ്, മേജർ ജനറൽ SS ശാരദ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് അമൃത TV. യുദ്ധസമാന സാഹചര്യത്തിലൂടെയായിരുന്നു കഴിഞ്ഞ 3-4 ദിവസം കടന്നുപോയതെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. പാകിസ്ഥാൻ ഷെല്ലിംഗ് ഏറ്റവും അധികം ബാധിച്ചത് ജമ്മു കാശ്മീരിനെയും പൂഞ്ചിനെയുമാണ്. 13 ജീവൻ നഷ്ടപ്പെട്ടുവെന്നും ഒമർ അബ്ദുള്ള പ്രതികരിച്ചു. ഇന്ത്യ പാക് സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട 32 വിമാനത്താവളങ്ങൾ തുറന്നു. മെയ് 15 വരെ നിശ്ചയിച്ചിരുന്ന നിയന്ത്രണം മാറ്റിയതായി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വരികയും അതിർത്തി ശാന്തമായതായി സൈന്യം വിലയിരുത്തുകയും ചെയ്തതോടെയാണ് ചണ്ഡീഗഡ്, അമൃതസർ ഉൾപ്പെടെയുള്ള ദുരിതബാധിത പ്രദേശങ്ങളിലേതുൾപ്പെടെ വാണിജ്യ വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. വിമാന കമ്പനികളുമായി നേരിട്ട് സംസാരിച്ചോ അവരുടെ സൈറ്റുകൾ പരിശോധിച്ചോ വിമാനങ്ങളുടെ വിവരം മനസ്സിലാക്കാമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രസ്താവനയിൽ വ്യക്തമാക്കി. हमारा एयरपोर्ट तो आज से ओपन हो गया है और अब ये कहीं ना कहीं एयरलाइंस की प्रिपेयर्डनेस है. अगर एयरलाइंस आना चाहती हैं या शेड्यूल फ्लाइट्स चलाना चाहती हैं आज से ही, तो हमारे लिए आज से ही हम ओपन है. बट ये उनके ऊपर निर्भर है कि उनकी फ्लाइट्स का शेड्यूल क्या है, आज किससे चलाना चाहते हैं या कल से चलाना चाहते हैं. അതേസമയം യാത്രക്കാർ നേരത്തെ എത്തണമെന്ന നിബന്ധനയ്ക്ക് മാറ്റമില്ല. ചെക്ക് ഇൻ ചെയ്യുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാർ എത്തണം. ചെക്ക് ഇൻ ഗേറ്റുകൾ 75 മിനിറ്റ് മുമ്പേ അടയ്ക്കും. വിമാനത്താവളങ്ങൾ തുറന്നതോടെ ഡൽഹി വിമാനത്താവളത്തിൽ അടക്കം അനുഭവപ്പെടുന്ന തിരക്ക് കുറയും. ആഭ്യന്തര രാജ്യാന്തര വിമാന കമ്പനികൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ജമ്മുവിലെയും ശ്രീനഗറിലെയും വിമാനത്താവളങ്ങൾ തുറന്നെങ്കിലും ചൊവ്വാഴ്ച മുതലേ വിമാന സർവീസുകൾ പുനരാരംഭിക്കും. വിമാനത്താവളങ്ങൾ അടച്ച പശ്ചാത്തലത്തിൽ 1500-ലധികം സർവീസുകൾ റദ്ദാക്കിയിരുന്നു. പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങൾ വ്യോമാതിർത്തിയിലെ നിയന്ത്രണങ്ങൾ നീക്കിയതോടെ പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. സംഘർഷഭരിതമായ രാപ്പകലുകൾക്ക് ശേഷം അതിർത്തിയിൽ സമാധാനം പുലർന്നു. ഇന്ത്യ പാക് അതിർത്തി ശാന്തമാണ്. അതേസമയം ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ ചില സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാട് ഉണ്ടായതായി സംബന്ധിച്ച് പാകിസ്ഥാൻ രംഗത്ത് വന്നു. ഒരു യുദ്ധവിമാനത്തിന് തകരാറ് ഉണ്ടായതായും പാക് സൈന്യം വെളിപ്പെടുത്തി. ദിവസങ്ങൾക്ക് ശേഷം നിയന്ത്രണ രേഖയിൽ സമാധാനത്തിന്റെ രാത്രിയാണ് കടന്നുപോയതെന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ജമ്മു കശ്മീരിലും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലും ഏറെക്കുറെ സമാധാനപരമായിരുന്നു. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും അതിർത്തി മേഖല സാധാരണ നിലയിലാണ് കടന്നുപോയത്. ഇന്നലെ രാത്രി ചില സ്ഥലങ്ങളിൽ ഡ്രോണുകൾ കണ്ടെന്ന റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ തള്ളി.
പഞ്ചാബിൽ സ്ഥിതി ശാന്തമായിരുന്നുവെങ്കിലും പലയിടങ്ങളിലും മുൻകരുതലിന്റെ ഭാഗമായി ജനങ്ങൾ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ബ്ലാക്ക് ഔട്ട് നടപ്പിലാക്കി. അതേസമയം അതിർത്തി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും പ്രവർത്തിക്കില്ല. കശ്മീർ സർവകലാശാല ഈ മാസം 14 വരെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. സംഘർഷമുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ജാഗ്രത തുടരാനാണ് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലെന്നും പ്രകോപനമുണ്ടായാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് സേനകൾ വ്യക്തമാക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക നേതൃത്വം നേരത്തെ നടത്തിയ ചർച്ചയിലും ഇക്കാര്യം ഇന്ത്യ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ തങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായെന്ന് പാകിസ്ഥാൻ തുറന്നു സമ്മതിച്ചു. ഒരു യുദ്ധവിമാനത്തിന് തകരാറുണ്ടാവുക മാത്രമല്ല, സൈനിക കേന്ദ്രങ്ങൾക്ക് കേടുപാടുണ്ടായതായും കൂടാതെ വ്യോമതാവളങ്ങളിൽ റൺവേകളിലടക്കം അറ്റകുറ്റപ്പണികളുണ്ടെന്നും അറിയിച്ചു. അതേസമയം പാകിസ്ഥാന്റെ പക്കൽ ഇന്ത്യൻ സൈനിക തടവുകാർ ആരുമില്ല എന്നും പാക് സൈന്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഇന്ത്യ പാക് സംഘർഷം അയഞ്ഞതോടെ വൻ കുതിപ്പിൽ ഓഹരി വിപണി. അദാനിയുടെ ഓഹരിക്ക് മുന്നേറ്റം. നിക്ഷേപകർക്ക് 15.46 ലക്ഷം കോടിയുടെ നേട്ടമാണ് ഇന്നുണ്ടായത്. ഇന്ത്യ പാക് ആക്രമണത്തിൽ പകച്ചുനിന്ന ഓഹരി വിപണി തളർച്ച നേരിട്ടുവെങ്കിലും വീണ്ടും ശക്തിയാർജിച്ചുള്ള വിപണിയുടെ മുന്നേറ്റമാണിന്ന് കണ്ടത്. യുഎസും ചൈനയും തമ്മിലെ താരിഫ് തർക്കം അവസാനിക്കുന്നതും ഇന്ത്യൻ ഓഹരി സൂചികകൾക്ക് കരുത്തായി. വ്യാപാരം ആരംഭിച്ചയുടനെ സെൻസെക്സ് 1900 പോയിന്റ് കുതിച്ചു. നിഫ്റ്റി 24,900 പിന്നിടുകയും ചെയ്തു. BSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം 15.46 ലക്ഷം കോടി ഉയർന്ന് 427.49 കോടിയായി. നിഫ്റ്റി ഫാർമ ഒഴികെയുള്ള സൂചികകളും നേട്ടത്തിലാണ്. NTPC 3.25%, ടാറ്റ സ്റ്റീൽ ഓഹരി 4.91%, പവർ ഗ്രിഡ് കോർപ്പറേഷൻ 3.72% ലാഭത്തിലായി. ഇന്റർബാങ്ക് ഫോറക്സ് വിപണിയിൽ മുൻ ദിവസത്തെ അവസാന നിരക്കായ 86.70 നിന്നും 65 പൈസ നേട്ടത്തിൽ 86.5 വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. ഫാർമ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ കുറയ്ക്കുമെന്നും ആഗോളതലത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് കൊണ്ടുവരുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതാണ് ഫാർമ ഓഹരികളെ സമ്മർദ്ദത്തിലാക്കിയത്. ഇന്ത്യ പാക് സംഘർഷങ്ങൾക്ക് അയവ് വന്നതോടെ മറ്റെല്ലാ സൂചികകളും മുന്നേറ്റം നടത്തി. സെൻസെക്സും നിഫ്റ്റിയും 2% നേട്ടത്തിലാണ്. നിഫ്റ്റി മിഡ് സ്മോൾ ക്യാപ് സൂചികകൾ 3% വീതം ഉയർന്നു. അദാനി എന്റർപ്രൈസസ്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ്, വിപ്രോ തുടങ്ങിയ വൻകിട ഓഹരികൾ 6% ഉയർന്നു. സൺഫാർമ, സിപ്ല തുടങ്ങിയ ഓഹരികൾക്ക് നഷ്ടം നേരിട്ടു. ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് US. ഓഹരി വിപണികളുടെ പൊതുവെയുള്ള കുതിപ്പിന് പുറമെ വ്യക്തിഗത നേട്ടങ്ങളും ഓഹരികളുടെ നേട്ടത്തിന് വഴിവെക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് അന്ത്യം. ഇരു രാജ്യങ്ങളും തമ്മിൽ താരിഫിൻ്റെ കാര്യത്തിൽ ധാരണയിലെത്തി. ഇരു രാജ്യങ്ങളും തീരുവ കുറയ്ക്കും. യുഎസും ചൈനയും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ നടത്തിയ ചർച്ചയിലാണ് വ്യാപാര യുദ്ധം പരിഹരിക്കാൻ ധാരണയായത്. ചൈനയുടെ ഇറക്കുമതിക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൻ നികുതി ചുമത്തിയതോടെയാണ് ആഗോള സാമ്പത്തിക മേഖലയെ പിടിച്ചുലച്ച വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിച്ചത്. നിലവിൽ തീരുവ കുറയ്ക്കുന്നതോടെ ആഗോള വിപണിക്കും നിരവധി കമ്പനികൾക്കും വലിയ ആശ്വാസം നൽകുമെന്നാണ് പ്രതീക്ഷ. ചൈനയുടെ ഇറക്കുമതിക്ക് US 145% നികുതിയാണ് ചുമത്തിയത്. പകരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 125% ചുങ്കം ചൈനയും പ്രഖ്യാപിച്ചിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി പുടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാമെന്ന് ഇന്ത്യയും റഷ്യയും പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടെലിഫോണിലാണ് ചർച്ച നടത്തിയത്. റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിൽ പുടിൻ അനുശോചനം രേഖപ്പെടുത്തി. ഭീകരതയെ ചെറുക്കുന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം ഉറപ്പാക്കണമെന്ന് ഇന്ത്യയും റഷ്യയും പറഞ്ഞു. ചർച്ചയ്ക്കിടെ വർഷാവസാനം ഇന്ത്യയിൽ നടക്കുന്ന വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പുടിനെ മോദി ക്ഷണിക്കുകയായിരുന്നു. ക്ഷണം റഷ്യ സ്വീകരിച്ചതായാണ് വിവരം. എന്നാൽ എന്നാണ് പുടിന്റെ ഇന്ത്യ സന്ദർശനം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം പിന്നീടുണ്ടാകും. പെഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പുടിൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി മുൻ നിശ്ചയിച്ച റഷ്യൻ സന്ദർശനം ഒഴിവാക്കി. ഈ മാസം 9 റഷ്യയിൽ നടന്ന വിക്ടറി ഡേ ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകേണ്ടിയിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേട്ടാണ് വിക്ടറി ഡേ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്.
ന്യൂസ് ഡെസ്ക് അമൃത TV. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ സൗദി സന്ദർശിക്കുന്നു. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദ് ട്രംപിനെ സ്വീകരിക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും അധികാരമേറ്റ ശേഷം ട്രംപ് നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണിത്. ആദ്യ തവണ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷവും ട്രംപ് ആദ്യം സന്ദർശിച്ച വിദേശ രാജ്യം സൗദി അറേബ്യയായിരുന്നു. ട്രംപ് ചൊവ്വാഴ്ച റിയാദും സന്ദർശിക്കും. വെള്ളിയാഴ്ച വരെ 4 ദിവസത്തെ യാത്രയ്ക്കിടയിൽ സൗദി അറേബ്യയെ കൂടാതെ ഖത്തർ, UAE രാജ്യങ്ങളും സന്ദർശിക്കും. ട്രംപിൻ്റെ സന്ദർശനത്തെ സൗദി അറേബ്യയും മേഖലാ രാജ്യങ്ങളും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഗസ, യുക്രൈൻ പ്രശ്ന പരിഹാര വിഷയങ്ങളടക്കം ചർച്ചയാകുമെന്ന് കരുതുന്നു. നിരവധി സംയുക്ത നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകളും ഒപ്പുവയ്ക്കാൻ ഇടയുണ്ട്. കുവൈറ്റും ഇന്ത്യയും തമ്മിൽ വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള സംയുക്ത സഹകരണ സമിതി നിലവിൽ വന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 4-നാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ മേഖലകളിൽ സഹകരിക്കുന്നതിനും ഉഭയകക്ഷി ബന്ധം വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ഇത് കുവൈറ്റ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് കരാർ പ്രാബല്യത്തിൽ വന്നത്. പ്രാദേശിക, അന്തർദേശീയ തലത്തിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള പൊതു താൽപ്പര്യ വിഷയങ്ങളിൽ വിവര കൈമാറ്റം, പ്രതിരോധം, സുരക്ഷ, സൈബർ സുരക്ഷ, ഭീകരവാദ വിരുദ്ധ മേഖലകളിലെ സഹകരണം, വ്യാപാരം, നിക്ഷേപം, കൃഷി, മത്സ്യബന്ധനം, ഭക്ഷ്യ സംസ്കരണം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, നിയമപരമായ തൊഴിൽ, കുടിയേറ്റ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കോൺസുലർ സഹകരണം, കൂടാതെ ആരോഗ്യ, ഔഷധ മേഖലകളിലെ സഹകരണം, ബഹിരാകാശം, വിവരസാങ്കേതിക വിദ്യാരംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് സംയുക്ത സമിതി പ്രവർത്തിക്കുക. UAE-യിൽ നിന്നും കേരളത്തിലേക്ക് പുതിയ വിമാന സർവീസുമായി ഇൻഡിഗോ എയർലൈൻസ് മെയ് 15 മുതൽ ഫുജറയിൽ നിന്നും കണ്ണൂരിലേക്കും മുംബൈയിലേക്കുമാണ് പുതിയ സർവീസ് ആരംഭിക്കുന്നത്. കണ്ണൂരിൽ നിന്നും രാത്രി 8:15 പുറപ്പെടുന്ന വിമാനം രാത്രി 11:25 ഫുജറയിൽ എത്തും. തിരിച്ചു പുലർച്ചെ 3:40 പുറപ്പെടുന്ന വിമാനം കണ്ണൂരിൽ രാവിലെ 9 രാത്രി 12:25 മുംബൈയിലേക്ക് വിമാനം പുറപ്പെടുന്നത്. ദുബായിൽ നിന്നും മറ്റു വടക്കൻ എമിറേറ്റുകളിൽ നിന്നുമുള്ള യാത്രക്കാർക്ക് വിമാനത്താവളത്തിലെത്താൻ പ്രത്യേക ബസ് സർവീസും ഇൻഡിഗോ ആരംഭിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇൻഡിഗോ യാത്രക്കാർക്ക് ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങളിൽ ആകർഷകമായ ഇളവും ലഭിക്കും. കുവൈറ്റിൽ താമസ തൊഴിൽ നിയമ ലംഘകർക്കെതിരെ സുരക്ഷാ പരിശോധന ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം. ഇതിൻ്റെ ഭാഗമായി ഏപ്രിൽ 30 മുതൽ മെയ് 9 വരെയുള്ള കാലയളവിൽ വിവിധ ഗവർണറേറ്റുകളിൽ നടത്തിയ പരിശോധനയിൽ 440 നിയമ ലംഘകർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിവിധ സർക്കാർ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ടാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. രാജ്യത്തെ നിയമവിരുദ്ധ തൊഴിലാളികളെ നിയന്ത്രിക്കുക, രാജ്യത്തെ തൊഴിൽ താമസ നിയമ ലംഘനങ്ങൾ തടയുക മുതലായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിശോധന എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിടിയിലായവരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറിയതായും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് വിമാനത്താവളം വഴിയുള്ള യാത്രക്കാരുടെ ലഗേജുമായി ബന്ധപ്പെട്ട് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. യാത്രക്കാരുടെ സുരക്ഷയും യാത്രാ സൗകര്യവും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ മാർഗ്ഗനിർദ്ദേശം. യാത്രക്കാരുടെ ലഗേജിൻ്റെ വലിപ്പം, ഭാരം, പാക്കിംഗ് രീതി മുതലായവയുമായി ബന്ധപ്പെട്ട നിബന്ധനകളാണ് മാർഗ്ഗനിർദ്ദേശത്തിൽ വിശദീകരിക്കുന്നത്. ഇതുപ്രകാരം എല്ലാ ലഗേജ് ബാഗുകളും പരന്ന പ്രതലത്തിൽ ഉള്ളതായിരിക്കണം. ലഗേജിൽ നീളമുള്ള സ്ട്രാപ്പുകൾ ഉണ്ടായിരിക്കരുത്. ബാഗേജുകൾ അയഞ്ഞ രീതിയിൽ പാക്ക് ചെയ്യരുത്. ക്രമരഹിതമായോ ഉരുണ്ടതോ വൃത്താകൃതിയിലോ പാക്ക് ചെയ്ത ലഗേജുകൾ അനുവദിക്കുകയില്ല. ഒരു ബാഗിൻ്റെ പരമാവധി ഭാരം 32 കിലോയിൽ കൂടരുത്. ബാഗിൻ്റെ പരമാവധി വലിപ്പം 90 സെൻറ്റിമീറ്റർ നീളവും 80 സെൻറ്റിമീറ്റർ വീതിയും 70 സെൻറ്റിമീറ്റർ ഉയരവും കവിയരുത്. നടപടിക്രമങ്ങളിൽ വരുന്ന കാലതാമസം കുറയ്ക്കാനും സുരക്ഷിതമായ യാത്രാനുഭവം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ മാർഗ്ഗനിർദ്ദേശമെന്നും അധികൃതർ അറിയിച്ചു. സൗദിയിൽ ഡ്രൈവർമാർ അടക്കമുള്ള ഗാർഹിക ജോലിക്കാരുടെ ഹുറൂബ് നീക്കാൻ കഴിഞ്ഞ ദിവസം മുതൽ 6 മാസം വരെ സമയമുണ്ടെന്ന് മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. ഹുറൂബ് സ്റ്റാറ്റസ് നീങ്ങുന്നതോടെ അവർക്കുള്ള എല്ലാ സർവീസുകളും പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തൻ്റെ ജോലിക്കാർ ഒളിച്ചോടിയെന്ന് സ്പോൺസർമാർ സൗദി പാസ്പോർട്ട് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഹുറൂബ് സ്റ്റാറ്റസ് ആവുന്നതും ഇവർക്ക് പുറത്ത് ജോലി ചെയ്യാൻ സാധിക്കാതെ വരുന്നതും. മാത്രമല്ല, ഇവർക്ക് ഇഖാമ പുതുക്കാനോ ജോലി മാറ്റാനോ സാധിക്കില്ല. ഹുറൂബ് നീക്കുന്നതോടെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും പുനഃസ്ഥാപിക്കും. UAE-യിലെ റാസൽ ഖൈമയിൽ വെടിയേറ്റ് 3 സ്ത്രീകൾ മരിച്ചു. വീതി കുറഞ്ഞ വഴിയിലൂടെ വാഹനം കടന്നു പോകുന്നത് സംബന്ധിച്ച തർക്കമാണ് വെടിവയ്പിൽ കലാശിച്ചത്. വെടിയേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 3 പേരും മരണത്തിന് കീഴടങ്ങി. സംഭവം അറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് അക്രമിയെ പിടികൂടി. കേരളത്തിൽ നിന്നുള്ള ആൺതുണയില്ലാത്ത ആദ്യ വനിതാ ഹജ്ജ് തീർത്ഥാടക സംഘം ജിദ്ദയിലെത്തി. ജിദ്ദയിലെ ഹജ്ജ് ടെർമിനലിൽ രാവിലെ 7:30 ഇറങ്ങിയ സംഘത്തിന് ജിദ്ദയിലും മക്കയിലും ഊഷ്മള സ്വീകരണം നൽകി. ജിദ്ദയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് അംഗങ്ങൾ, സൗദി ഹജ്ജ് മിഷൻ ജീവനക്കാർ, ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി.
ജിദ്ദയിൽ നിന്നും മക്കയിൽ രാവിലെ 10:30 മുഹറമില്ലാത്ത ആദ്യ ഹജ്ജ് തീർത്ഥാടക സംഘത്തെ KMCC നേതാക്കളായ കുഞ്ഞിമോൻ കാക്കിയ, മുജീബ് പൂക്കോട്ടൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. OICC, നവോദയ, ICF, RSC, വിഖായ അടക്കമുള്ള വിവിധ സന്നദ്ധ പ്രവർത്തകരും തീർത്ഥാടകരെ സ്വീകരിക്കാനെത്തിയിരുന്നു. വനിതാ തീർത്ഥാടകർ നിറഞ്ഞ മനസ്സോടെ സ്വീകരണത്തിന് നന്ദി അറിയിച്ചു. KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതലയേറ്റു. നിരാഭവനിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന പ്രവർത്തകരടക്കം നിരവധി പേർ പങ്കെടുത്തു. ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നതിന് തൊട്ടുമുമ്പ് സണ്ണി ജോസഫ് AK ആന്റണിയെ സന്ദർശിച്ചു. പ്രവർത്തകർക്ക് ആവേശവും ഊർജവും നൽകുന്നതായിരുന്നു ഇന്ദിരാഭവനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങ്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ KPCC ആസ്ഥാനത്ത് തടിച്ചുകൂടിയിരുന്നു. ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നതിന് തൊട്ടുമുൻപ് നേതാക്കൾ മുതിർന്ന നേതാവ് AK ആന്റണിയെ സന്ദർശിച്ചു. മലയോര കർഷകന്റെ പുത്രൻ KPCCയുടെ പ്രസിഡന്റായിരിക്കുന്നു. അത് വളരെ സന്തോഷം. കാരണം മലയോര കർഷകരിൽ നിന്ന് ഉറക്കമില്ലാത്ത രാത്രിയിലേക്ക് കടന്നു പോവുകയാണ്. ഈ ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം നൽകുവാൻ ഈ ടീമിന് കൂടുതലായിട്ട് ആശംസിക്കുക. തുടർന്ന് ഇന്ദിരാഭവനിലെത്തിയ നേതാക്കളെ ഹർഷാരവത്തോടെയാണ് അണികൾ സ്വീകരിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി, മുൻ KPCC അധ്യക്ഷന്മാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, MP മാർ, MLA മാർ തുടങ്ങി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ചടങ്ങിൽ പങ്കെടുത്തു. തന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് K സുധാകരൻ KPCC അധ്യക്ഷ പദവി കൈമാറിയത്. കഴിഞ്ഞ 4 വർഷവും പാർട്ടി പ്രവർത്തകർക്കൊപ്പമായിരുന്നു. അവരുടെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രവർത്തകനെ സംരക്ഷിക്കാനും സഹായിക്കാനും ഏതറ്റം വരെയും ഞാൻ പോയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭയപ്പാടില്ലാതെ പൊതുപ്രവർത്തനം നടത്താൻ സാധിച്ചു എന്നത് എന്റെ വിശ്വാസം. 100-ലധികം സീറ്റുമായി അധികാരത്തിൽ തിരിച്ചുവരാൻ ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുമെന്ന് ചുമതലയേറ്റ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ നേതൃനിരയെ പ്രഖ്യാപിച്ചത് പൂർണ്ണമല്ല. ഇനിയും ഇതിനെ പൂർണ്ണമാക്കേണ്ടതുണ്ട്. മുതിർന്നവർ കൂടുന്നതാണ് ഈ നേതൃനിര. വർക്കിംഗ് പ്രസിഡന്റുമാർ, they'll be hard working presidents. സധൈര്യം പറയാൻ വേണ്ടി എനിക്ക് സാധിക്കും. അതുപോലെ ഒന്നുകൂടി ആ ഹാർഡ് വർക്ക് കപ്പിൾഡ് വിത്ത് ടീം വർക്ക്, കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമായിരിക്കും നമുക്ക് കേരളത്തിൽ ആവശ്യമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ഥാനമൊഴിഞ്ഞ നേതാക്കൾ വഹിച്ച പങ്ക് എടുത്തു പറഞ്ഞും ചുമതലയേറ്റ നേതൃത്വത്തിന് ആശംസകൾ നേർന്നും നേതാക്കൾ ഓരോരുത്തരും സംസാരിച്ചു. പാർട്ടി പ്രവർത്തകരുടെയും നേതൃത്വത്തിന്റെയും മുഴുവൻ കഴിവുകളെ ജനങ്ങൾക്കും പാർട്ടിക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള വിശാലമായ ചിന്താഗതിയോടെ ഇത് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റും. ജനങ്ങളെ കേൾക്കും. പൂർണ്ണമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യാതൊരുവിധ തർക്കങ്ങളുമില്ലാതെ ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി തിരിച്ചു വരും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം സണ്ണി ജോസഫ് KPCC അധ്യക്ഷന്റെ ഓഫീസ് മുറിയിലെത്തി K സുധാകരനിൽ നിന്നും ചുമതല ഏറ്റെടുത്തു. 1 മാസത്തിനകം കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കായിക വാർത്തകൾ നോക്കാം. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരാട് കോഹ്ലി വിരമിച്ചു. സമൂഹ മാധ്യമത്തിലൂടെയാണ് വിരാട് തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ഉചിതമായ സമയത്താണ് വിരമിക്കലെന്ന് പോസ്റ്റിൽ പറയുന്നു. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ക്രിക്കറ്റ് കളിക്കാരിൽ ഒരാൾ. ടെസ്റ്റിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ച നായകൻ. സമൂഹമാധ്യമത്തിൽ കൂടിയാണ് തന്റെ വിരമിക്കൽ പ്രഖ്യാപനം കോഹ്ലി നടത്തിയത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യമായി ഇന്ത്യയുടെ ബാഗി ബ്ലൂ ജേഴ്സി ധരിച്ചിട്ട് 14 വർഷമായി. സത്യം പറഞ്ഞാൽ ഈ യാത്ര ഇത്രയും ദൂരം തന്നെ കൊണ്ടുപോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ടെസ്റ്റ് ക്രിക്കറ്റ് എന്നെ പരീക്ഷിച്ചു, പാകപ്പെടുത്തി, പലതും പഠിപ്പിച്ചു. ഈ ഫോർമാറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ ഇപ്പോൾ അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു. എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ടെസ്റ്റ് ക്രിക്കറ്റിന് നൽകി. ഞാൻ പ്രതീക്ഷിച്ചതിലുമേറെ ടെസ്റ്റ് ക്രിക്കറ്റ് എനിക്ക് നൽകി. നിറഞ്ഞ ഹൃദയത്തോടെയാണ് ഞാൻ മടങ്ങുന്നത്. എന്റെ ടെസ്റ്റ് കരിയറിലേക്ക് ഒരു പുഞ്ചിരിയോടെയാകും തിരിഞ്ഞു നോക്കുക, കോഹ്ലി കുറിച്ചു. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ കിങ്സ്റ്റണിലാണ് കോഹ്ലി ഇന്ത്യക്കായി ടെസ്റ്റിൽ അരങ്ങേറിയത്. 123 ടെസ്റ്റുകളിൽ നിന്നായി 9230 റൺസാണ് നേടിയത്. 30 സെഞ്ചുറികളും 31 അർദ്ധ സെഞ്ചുറികളുമാണ് വിരാടിന്റെ നേട്ടം. സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ചതിനു ശേഷം ബാറ്റിംഗ് ഓർഡറിൽ 4-ാം സ്ഥാനത്ത് വിരാട് കോഹ്ലിയാണ് ഒരു ദശകത്തോളം ഇന്ത്യയുടെ നെടുന്തൂണായത്. 68 ടെസ്റ്റുകളിൽ ഇന്ത്യയെ നയിച്ച കോഹ്ലി 40 വിജയങ്ങളാണ് സ്വന്തമാക്കിയത്.
MS ധോണി ടെസ്റ്റിൽ നിന്ന് വിരമിച്ചതോടെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ കുപ്പായമണിഞ്ഞ കോഹ്ലി ഏറ്റവും മികച്ച ടെസ്റ്റ് നായകനായി വളരെ വേഗം വളർന്നു. T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച കോഹ്ലി ടെസ്റ്റിൽ നിന്ന് കൂടി വിരമിച്ചതോടെ ഇനി ഏകദിന ക്രിക്കറ്റിൽ മാത്രമാകും കളിക്കുക. 2 ആഴ്ച മുൻപാണ് വിരമിക്കാനുള്ള തീരുമാനം കോഹ്ലി സെലക്ഷൻ കമ്മിറ്റിയെ അറിയിക്കുന്നത്. BCCIയും പല പ്രമുഖ താരങ്ങളും കോഹ്ലിയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ താരം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. രോഹിത് ശർമ്മയ്ക്കു പിന്നാലെ സീനിയർ താരമായ കോഹ്ലി കൂടി വിരമിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. വിരമിക്കലോടെ 14 വർഷം നീണ്ട ഐതിഹാസിക കരിയറിനാണ് തിരശ്ശീല വീഴുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.